അന്നേരം നമ്മുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഞാനൊക്കെ എൻ്റെ കൊച്ചിൻ്റെയൊക്കെ ക്ലാസ്സിൽ വിളിക്കുന്നു. എനിക്ക് എല്ലാ കുട്ടിയെ വളർത്താനൊക്കെ ഒരു മനസ്സിലൊരു ചോദ്യം എപ്പോഴും ഒന്ന് പോകാറില്ല. ഈ വർഷം അത് നമ്മൾ മാറ്റണം. ഇനിയുള്ള ക്ലാസ് നമ്മൾ ഇവിടെ നിന്നല്ല തരുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് തരുന്നത്. വളരെ പ്രഗത്ഭരായ ആൾക്കാർ വന്നു നോക്കും. നമുക്ക് എപ്പോഴും നമ്മളൊരു ചിന്തയാണ് രക്ഷകർത്താക്കളുടെ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ എനിക്ക് വളർത്താനാണ് കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിലെ മാതൃത്വത്തിന് എത്ര പ്രായമുണ്ട്? ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8 വയസ്സ്, അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ഉദരത്തിൽ കുഞ്ഞ് ഉരുവിടുന്ന പ്രായം. അപ്പോൾ 9 മാസം കൂടെ നീട്ടിയെടുക്കാം. കുറച്ചും കൂടെ നീട്ടി പറഞ്ഞാൽ ഒരു കുഞ്ഞ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രായം, അത്രയേ ഉള്ളൂ. അപ്പം ഒരു കുഞ്ഞിന്റെ പ്രായവും എന്നിലെ അമ്മയുടെ പ്രായവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോട് ധാരാളം തട്ടുകേടുകൾ കാണിക്കുന്നുണ്ട് എന്ന് സാരം, അല്ലേ? ഏറ്റവും അത്യാവശ്യമായ കാര്യം കുട്ടിയെ അറിയുക എന്നുള്ളതാണ്. അവർ പറയുന്ന പോയിന്റുകളാണ് അവർ പറയുന്നത്. കുട്ടിയെ അറിയുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അറിയാം, അവനത് ചെയ്യില്ല, നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ. കുട്ടിയെ അറിയുക എന്ന് പറഞ്ഞാൽ വൈകാരികമായും ഭൗതികമായും ബുദ്ധിപരമായ തലത്തിലും സാമൂഹികപരമായ തലത്തിലും കുഞ്ഞിനെ അറിയുക. അതിൽ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട തലം എന്ന് പറയുന്നത് വൈകാരിക തലമാണ്. ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട തലം വൈകാരിക തലമാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഒരമ്മയെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ കുഞ്ഞിന് മറക്കാനാവാത്ത മനസ്സിൽ ചില വ്രണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഥയിലൂടെ ടീച്ചർ പറയും. നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കും, അല്ലേ? ഞാനൊരു സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന വ്യക്തികളുടെ മേൽ എനിക്ക് എന്തുമാത്രം കരുതലുണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ബർത്ത്ഡേക്ക് കൊച്ചിന് ഉടുപ്പ് മേടിച്ചു കൊടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞിന് നമ്മുടെ ഇടയിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ മാറ്റി കിടക്കും, അല്ലേ? അല്ലേ? എൻ്റെ എപ്പോഴും ഉള്ളത് ആഗ്രഹമായിരിക്കും. മൂത്ത കൊച്ചാണെ പ്രത്യേകിച്ച്, അമ്മ എന്നെ കൊഞ്ചിക്കുന്നില്ല, അവനെയാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെ ഒരു തോന്നലുണ്ട്. ആ ബർത്ത്ഡേ ദിനത്തിൽ നമ്മൾ പറയുക, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ കിടന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പഴയ പോലെ കുഞ്ഞാവിയായിട്ട് നമ്മുടെ കൂടെ കിടന്നു. ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്ത് പറയും, അത് ആഗ്രഹിക്കുന്നുണ്ടാണ്. ആ ഉടുപ്പിനേക്കാളും നമ്മൾ കൊടുക്കുന്ന വിലയേറിയ സമ്മാനത്തെക്കാളും ആ കുഞ്ഞത് ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ കാണാതെ പോകുന്ന മനസ്സ്. ഈ സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രദേശത്ത് അവിടെ നിലനിൽക്കുന്ന ആചാരമാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. അപ്പോൾ അവിടെ ഒരു നദിയുണ്ട്, ധാരാളം ഉള്ളിലെ കല്ലുകളുണ്ട്. പിള്ളേരെ പറയാൻ കേട്ടോ, അത് ഓർത്തിരിക്കരുത്.